ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ. ഞങ്ങളൊന്ന് പുറത്തു പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോമ്പ് തുറയുണ്ട്. ആ നോമ്പ് തുറയിലൊന്ന് പങ്കുകൊള്ളാൻ പോവാണ്. ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നോമ്പ് തുറയ്ക്ക്. അപ്പോൾ ഞങ്ങളെ സുഹൃത്തുക്കളുടെ എൻ്റെ സുഹൃത്തുക്കളുടെ ഇന്ന് നോമ്പ് തുറയ്ക്ക് പോവുകയാണ്. അപ്പോൾ ലിജി ആദ്യമായിട്ട് ഇല്ലല്ലേ? നാട്ടിലായാലും നോമ്പ് തുറയ്ക്ക് ആദ്യമായിട്ടാണ്. എന്റെ ജീവിതത്തിൽ നോമ്പ് പറയാ ഞങ്ങൾ എല്ലാ വർഷവും വീഡിയോയിലൊക്കെ ഞാൻ പോയിട്ടില്ല. ഞങ്ങളിവിടെ എല്ലാ വർഷവും നോമ്പ് തുറ എനിക്കുണ്ട്. ഞാൻ എല്ലാ ദിവസവും നോമ്പ് തുറ ഉള്ള ആളായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ അതോടൊപ്പം പങ്കുചേരാറുണ്ട്. ഗൾഫിലൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നല്ല സന്തോഷമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ശരിയാണ്. നോമ്പ് തുറ എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? അതന്നെ. അപ്പൊ ശരി. അപ്പോ ഞങ്ങളങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടാ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളാണ് കൈപ്പത്തിരി, ആപ്പിള്, ഓറഞ്ച്, ഈന്തപ്പഴം, വാട്ടർമെലൺ, ജ്യൂസ് 1-2 തരമുണ്ട്. പിന്നെ കട്ട്ലറ്റ്, മുട്ട ബജി, സമൂസ, ഉള്ളി ബജി, പിന്നെന്താ പായസമുണ്ട്, ചെറുപയർ പായസം. അവിടെ നോമ്പ് തുറ ധാരാളം സ്വദേശികളൊക്കെ ഒന്നിച്ചു ചേർന്ന ഒരു സുവർണ അവസരം. സമാധാനത്തിന്റെ അന്തരീക്ഷം അല്ലെങ്കിലും സമാധാനപരമായിട്ടുള്ളൊരു നോമ്പ് തുറ. കൂടിച്ചേരൽ ഞങ്ങളുടെ കാശാണ് സമയത്ത് ഭരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് ഈ യുദ്ധം. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറ തുടങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ പല തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ പിന്നെ പല തമാശകളൊക്കെ പറയണ്ട. നല്ല പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കിയത് റഹീം പ്രത്യേകം ഉണ്ടാക്കിയ പായസമാണത്. പരിപ്പ് പായസം സൂപ്പറായിട്ടുണ്ട്. പായസം മാത്രമല്ല കേട്ടോ, എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബജിയെല്ലാം അവിടെ ഉണ്ടാക്കിയാണ്. നല്ല ടേസ്റ്റാണ് എല്ലാവരും. അങ്ങനെ ഇത് ഭക്ഷണം എല്ലാം ഈ നോമ്പ് തുറ എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ 3 പേരും കൂടി പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കാനൊക്കെ പോയി വന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ ഫുഡ്, അതായത് മട്ടൻ മജ്ബൂസാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി മട്ടൻ മജ്ബൂസാണ്. മട്ടൻ പീസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വലിയ പീസാണെന്ന് പറയാം. വലിയ പീസാണ് മട്ടൻ. അത് മട്ടൻ എടാ ഇത് മതി കഴിച്ചോ. കുനാഫ ഇത് തരാട്ട്